നിങ്ങളുടെ രാസവള നിർമ്മാണശാലകളും നിങ്ങളുടെ ഫാക്ടറികളും അതിൻ്റെ ഒരു പുത്തൻ വ്യാവസായിക സംസ്കാരങ്ങളും അതിൻ്റെ ഉപഭോക്തൃ സംസ്കൃതിയുമെല്ലാം രൂപാന്തരപ്പെട്ടപ്പോൾ നിങ്ങളുടെ ചൈതന്യവത്തായ സാക്ഷിത്വം മരിച്ചുപോയി. എപ്പോഴാണെന്നല്ലേ ചോദിച്ചത്? അന്ന് മുതൽ ഇത് താറുമാറാണ്. ശ്രദ്ധിച്ചിരുന്നിട്ട് വേണം തീരുമാനിക്കാൻ. ഞാൻ പറഞ്ഞതൊക്കെ അതേപടി വിഴുങ്ങരുത്. അതിലെവിടെയെങ്കിലും അതിശയോക്തിയോ എവിടെയെങ്കിലും ഒരു പദം തെറ്റോ കണ്ടാൽ പറയുകയും വേണം. അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിലൊരിക്കലും അതിശയോക്തി ഉണ്ടാവരുത്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ പണിക്ക് വരുന്ന അവനിലെ ഒരു സാക്ഷിയും ആ കുടുംബാംഗങ്ങളിലെ ഒരു സാക്ഷിയും തമ്മിൽ അനുസ്യൂതവും നിസ്സീമവുമായ ഒരു പാരസ്പര്യമുണ്ട്. വൈകുന്നേരം അവൻ പണിയൊക്കെ കഴിയാറായപ്പോൾ ആ പറമ്പിൽ ഇനി ഒരു തെങ്ങേ ബാക്കിയുള്ളൂ. 5:30 മണിയായി. എന്താടാ ഇന്നിവിടെ താമസിക്കാനാണോ ഭാവം? വീട്ടിലൊന്നും പോകണ്ടേ എന്ന് വിളിച്ചു ചോദിക്കും ഉടമ. കാരണം ഞാൻ നിന്ന് പണിതുകൊണ്ടിരിക്കും. ഇതുകൂടെ അങ്ങ് തീർന്നിട്ടേ പോകുന്നുള്ളൂ. നാളെ ഇതിനായിട്ട് വരാൻ നേരമില്ല. ഇന്ന് പണിയും തമ്മിൽ പാരസ്പര്യമാവുമ്പോൾ നേരത്തെ തീർത്താൽ നാളത്തെ പണി ഉറപ്പില്ല. കുറച്ചുകൂടെ പതുക്കെ പോയാൽ മതി എന്നാണ് ഇന്നത്തെ പാരസ്പര്യം. ശരിയല്ല? കൂടുതൽ പണിതത് കൊണ്ടൊട്ടൊന്നും കിട്ടുകയില്ല എന്നുള്ളതാണ് മറ്റേ പക്ഷത്തു നിന്നത്തെ പാരസ്പര്യം. പിന്നെ അവൻ മണിക്കൂർ എത്രയാണെന്നറിയോ? അവൻ അതുകൂടെ തീർത്തിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും കൊടുക്കണം. പിന്നെ ഒരു തെങ്ങ് കളച്ചാൻ അങ്ങനെ കൊടുക്കണമെന്നില്ല. കാരണം ഇയാൾ ഉദ്യോഗസ്ഥന, അയാൾക്ക് ഈ സാക്ഷിയില്ല. ഇയാൾ ഈ ഉദ്യോഗം കിട്ടിയത് മുതൽ ഇയാൾ പോക്ക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നിടത്താ തുടങ്ങിയെന്ന് കൃത്യമായിട്ട് പറയാം. വീടുകളിലൊക്കെ ഈ വഴക്ക് നടന്നിട്ടുണ്ട്. ഈ പുറത്തു പോകുന്ന ഉദ്യോഗം അപ്പോഴത്തേക്ക് മകനൊരുത്തം കാണും. അവന് വിദ്യാഭ്യാസമൊക്കെ കൂടി അവനെല്ലാം ഗണിതയുക്തിയിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ കാണുന്ന. എന്നാൽ പിന്നെ അച്ഛനും ഞാനും അങ്ങ് പോയേക്കാം, അമ്മയെ പണിക്കാരനെ വിളിച്ച് ഇവിടെ അങ്ങ് താമസിച്ചു എന്ന് വരെ ചിലപ്പോൾ പറയും. പഠിക്കും. അങ്ങനെയാണ് ആ സംസ്കാരം പോകുന്നത്. മകള് വിദ്യാഭ്യാസം കഴിഞ്ഞു വരുന്നതാണല്ലോ. ഈ ജന്തുക്കളെല്ലാം ഒന്നാണ്. അവർ തമ്മിലൊരു വല്ലാത്ത കൂട്ടുകെട്ടുണ്ട്. കാരണം വെച്ചാൽ അതല്ല കാരണം അനാവശ്യത്തിനൊക്കെ ചെലവഴിക്കുന്നത് സുഖമാണെന്നും ആവശ്യത്തിന് ചെലവഴിക്കുന്നതൊക്കെ തെറ്റാണെന്നും കണ്ടെത്തിയവരാവർ. പക്ഷെ ഇവർക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എന്നാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ക്ഷമിച്ചേക്ക്, കൊടുക്കണ്ടാവുന്നു. അവർ വഴക്കിനൊന്നും പോവില്ല. അവരിവരുടെ ഉള്ളു അറിഞ്ഞവരാണ്. അവരൊരു കാര്യം ചെയ്യും, പൈസ കൊടുത്തുവിട്ട് അടുത്ത ദിവസം രാവിലെ പണിയാൻ വരുമ്പം, എടാ നീ ഒരു കാര്യം ചെയ്യണം, അപ്പുറത്ത് കുറച്ച് നെല്ല് കൊണ്ടുവന്നത് പേറ്റാനുണ്ട്, നിന്റെ ഭാര്യയോട് ഒന്ന് പേറ്റിത്തരാൻ പറയണം. 2 ദിവസമായി ഞാൻ പറയാൻ വിചാരിക്കുന്നു. അപ്പോൾ അവൾ പേറ്റാൻ വരുന്ന സമയത്ത് അതിനൊരു കൂലി ഇയാളെ കൊണ്ട് കൊടുപ്പിക്കുന്നത് കൂടാതെ 2 പറ നെല്ലോ 4 ഇടങ്ങഴി അരിയോ കുറച്ച് സാധനമൊക്കെ കൊടുത്തിട്ട് പറയും, മുമ്പിൽ കൂടെ പോകണ്ട, അതിലേ കൊണ്ടുപോകും. അയാൾ കാണണ്ട. ആ കൊടുക്കുന്ന ഇവൻ അന്ന് കളച്ച തെങ്ങിൻ്റെ കൂലിയാണ്. അവർക്കല്ലെങ്കിൽ ഇരിക്കപ്പെടുകയില്ല. ഇത് ഈ പിള്ളേർ അനുഭവിക്കില്ല. ഇവനൊക്കെ ആശുപത്രി കൊടുക്കേണ്ടി വരുമെന്ന് കൃത്യമായ തള്ളയ്ക്കറിയാം. നിങ്ങളുടെ തൊഴിലാളി യൂണിയനുകൾ, നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ, നിങ്ങളുടെ ഫാക്ടറി സംസ്കാരങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസമുള്ള ജന്തുക്കൾ, നിങ്ങളുടെ ഭരണാധികാരികൾ എല്ലാം കൂടി നശിപ്പിച്ചത് ഈ പാരസ്പര്യത്തിൻ്റെ കേന്ദ്രബിന്ദുക്കളെ മാത്രമാണ്. അത് മാത്രമാണ് മനുഷ്യനെ അസ്വസ്ഥനാക്കിയത്. എപ്പോൾ ചിന്തയുടെ ലോകത്ത് ഒരു സാക്ഷിയെ വെച്ച് അവനവന്റെ കർമ്മങ്ങളെ നോക്കുന്നു, നാളുകളിലേക്ക് ദുഃഖം വരില്ലാത്ത സമഷ്ടിയെ മുഴുവൻ പുലുകി നിൽക്കുന്ന ഒരു ബോധത്തിൽ നിന്നുകൊണ്ടൊരാൾ കർമ്മം ചെയ്യുന്നു,
ഒരു വാക്ക് അന്യനോട് പറയാൻ തുടങ്ങുമ്പോഴും ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് കൈകാലുകൾ ചലിക്കാൻ തുടങ്ങുമ്പോഴും ഏതൊരാളുമായി ഇടപെടുമ്പോഴും ഈ സാക്ഷി ഏകമുഖനായി, ചാനലുകാർ പറയുന്ന പോലെ ഒറ്റക്കണ്ണനായി, അവനവനെ നോക്കാൻ ഉണർന്നിരിക്കുമെങ്കിൽ വേറൊരു നിയമവും വേറൊരു സങ്കല്പവും വേറൊരു ഇടപെടലും ഈ ലോകത്ത് മാനവ നന്മയ്ക്ക് വേണ്ട. അവന്റെ ചിന്തയുടെ ലോകങ്ങൾ സുഖപൂർണങ്ങളായതുകൊണ്ട് ദുഃഖം ജനിക്കുകയുമില്ല. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും തന്റെ തന്നെ സാക്ഷി കണ്ടിട്ടുള്ളത് താൻ അറിയാതെ സംഭവിക്കുന്നതാണ് തന്റെ ചിന്തകൾ. ആ ചിന്തകൾ മാത്രമാണ് മാനവ ദുഃഖം. ചിന്തയല്ലാതൊരു ദുഃഖവും ലോകത്തില്ല. എല്ലാ ദുഃഖങ്ങളും ചിന്തയിലാണ്. ദുഃഖം തന്നെയാണ് രോഗങ്ങളും, രോഗങ്ങളും ചിന്തയിലാണ്. പുനർവസ്തു ആത്രയൻ നിർവചിക്കുന്നതും അങ്ങനെയാണ്. ഏകമേവ രോഗാനീകം രുജാകരണ സാമാന്യ. രുജാ ദുഃഖം. ഒറ്റ രോഗമേ ലോകത്തുള്ളൂ, അത് ദുഃഖമാണ്. ഏകോ രോഗ ദുഃഖ കാരണ സാമാന്യ. ഭാർഗവൻ പറയുന്നതും ഇത് തന്നെയാണ്. പൂർവാചാര്യന്മാരിൽ ഗംഭീരന്മാരായവരെല്ലാം പുനർവസ്തു ആത്രയനും ഭാർഗവനുമെല്ലാം അപ്പോ ചരകത്തിൽ ആത്രയനാ രംഗപ്രവേശം ചെയ്യുന്നത് ക്രോഡീകരിക്കുന്ന ചരകനാണെങ്കിലും ആയുർവേദ ആചാര്യനാണ്. അപ്പോ ദുഃഖമാണ് രോഗം. വാഗ്ഭടനും ഈ അഭിപ്രായക്കാരൻ തന്നെയാണ്. വാഗ്ഭടൻ വൈദ്യനെ നമസ്കരിക്കുമ്പോൾ, ആദിവൈദ്യനെ നമസ്കരിക്കുമ്പോൾ ഭംഗിയായി പറയുന്നത് ഇതാണ്: രാഗാദി രോഗാൻ സതതാനുഷക്താൻ. രാഗമാണ് രോഗം. എല്ലാ രോഗത്തിൻ്റെയും ആദി രാഗാദി എന്നതിന് ആധുനികർ പഠിപ്പിക്കുമ്പോൾ രാഗം തുടങ്ങിയ എന്ന ആദിശബ്ദത്തിന് അർത്ഥം കൽപ്പിക്കും. ആദിശബ്ദത്തിന്റെ അർത്ഥം മൂലം, കാരണം. സകല രോഗത്തിൻ്റെയും ആദി, തുടക്കം രാഗമാണ്. രാഗം മൂലമായിട്ടുള്ള രോഗങ്ങൾ. പൂർവാചാര്യന്മാരുടെ ഈ സംജ്ഞകൾ കിടക്കുമ്പോൾ അതാണ് ഉത്തമമായ അർത്ഥവും. അപ്പോ രോഗങ്ങളും അവിടെ നിന്നാണ്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാർന്ന് ഒരു പ്ലാവില കുത്തിയെടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം എൻ്റെ മക്കളുടെ ചിന്തയിൽ ആ രോഗം ഉണ്ടാകാതിരിക്കാൻ, ഒരാളുടെ ദുഃഖത്തെക്കുറിച്ച് അതിന് പരിഹാരം ചെയ്യാൻ കിട്ടുന്ന വേളയിൽ തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയത്തെയും അതിന് പരിഹാരത്തിന് വിടാതെ അഭിമാനം കൊണ്ടോ ഭയം കൊണ്ടോ വേറുകൃത്യം കൊണ്ടോ അതിൽ നിന്ന് മാറി നിന്നാൽ
നാളെ അതിൻ്റെ ഓർമ്മകൾ ചിന്താശൂന്യമായ ആ വേളയിൽ മസ്തിഷ്കത്തിൽ കിടന്നാൽ ചിന്തിതങ്ങളായ വേളകളിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഭയശോകാദികളെല്ലാം പ്രത്യക്ഷപ്പെടുമെന്ന് വിദ്യാഭ്യാസമില്ലാത്ത പ്രാചീനർ മനസ്സിലാക്കിയിരുന്നു. മനസ്സിലായില്ല. ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ, അമ്മൂമ്മ തുടങ്ങിയ കുടുംബങ്ങളിലുള്ളവർ, വെളിയിലുള്ള പരിചയക്കാർ, മറ്റു സാധുജനങ്ങൾ, ഇവരുടെയൊക്കെ വേദനകളുടെ രംഗങ്ങളിൽ പെട്ടുപോയാൽ അതിനായി എന്തെങ്കിലും ചെയ്ത് ചിന്താശൂന്യനായി തിരിച്ചു മടങ്ങുന്നില്ലെങ്കിൽ ആ ചെയ്യാൻ മറന്നുപോയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു എന്ന ഒരു ചിന്തയുമായി മടങ്ങുന്നു എങ്കിൽ നാളെ അയാളുടെ അനുഭവങ്ങൾ നമ്മുടെ കോശകോശാന്തരങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല. അതാണ് ചിന്തയിലൂടെ ഉൽപ്പന്നമാകുന്ന സമസ്ത ദുഃഖങ്ങളും സമസ്ത രോഗങ്ങളും. വിശദീകരണം വേണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വിശദീകരിക്കാതെ മനസ്സിലായി. ശങ്കയൊന്നുമില്ല. ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് മനസ്സിലായി. അല്ല, മനസ്സിലായില്ലെങ്കിൽ മാത്രമേ നീട്ടാവൂ. അല്ലെങ്കിൽ അത് ഉള്ള മനസ്സിലായത് പോവും. അതിൻ്റെ ആവശ്യമില്ല. ഏതൊരു വ്യക്തിയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരുവനെ കാണുമ്പോൾ പൗരാണികർ ചെയ്തത് തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറുതോ വലുതോ ആകട്ടെ ചെയ്ത് ചിന്താശൂന്യനായി മടങ്ങുകയാണ്. അനുകൂലമായോ പ്രതികൂലമായോ സംഭാഷണമില്ല. അനുകൂലമായോ പ്രതികൂലമായോ ചിന്തയുമില്ല. വെള്ളത്തിൽ വീഴുന്ന ഒരാളെ കണ്ടു. ചാടി പിടിച്ചു കയറ്റാൻ നോക്കി. പിടിച്ചു കയറ്റി സ്ഥലം വിട്ടു. 5 രൂപയ്ക്ക് നിവൃത്തിയില്ലാതെ കൈനീട്ടുന്ന ഒരുവനെ കണ്ടു. 5 രൂപ കയ്യിലെടുക്കാനില്ല. 50 പൈസ കൈ കൊടുത്തു. ഇതേ ഉള്ളൂ, ക്ഷമിക്കണം കേട്ടോ, ഇത്രേ ഉള്ളു കയ്യിൽ, പിടിച്ചോളൂ. അതിനെക്കുറിച്ച് ചർച്ചയില്ല. അവൻ തട്ടിപ്പാണോ, അവൻ വെട്ടിപ്പാണോ, അവൻ ഒറിജിനലാണോ, അവൻ ആവശ്യക്കാരനാണോ, അവൻ പറഞ്ഞ പോലെ അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടോ, ഇന്ന് കള്ളന്മാരുള്ള കാലമാണ്, കള്ളന്മാരുണ്ടോ, അതൊന്നും അറിയണ്ട. ഞാനും അവനും എൻ്റെ ദൃഷ്ടിക്ക് അവൻ വിഷയമായി. എൻ്റെ ദൃഷ്ടിക്ക് മുമ്പിൽ അവൻ വേദനിക്കുന്നവനാണ് എന്ന അവൻ്റെ ശബ്ദം എൻ്റെ ചെവി കേട്ടു. എനിക്ക് ചെയ്യാവുന്നത് ഇത്രയാണ്, ചെയ്തു. ആ ചിന്ത അവിടെ തീർന്നു. എൻ്റെ കയ്യിലുള്ളത് പ്രാധാന്യമുള്ളതാണ്. അവനിപ്പോൾ കൊടുക്കാൻ പറ്റില്ല. കൂടെയുള്ളവർ എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കണം. ഈ കാലത്ത് ഒരുപാട് കള്ളന്മാരുള്ളതാണ്. ഇവൻ തട്ടിപ്പാകാനുള്ള സാധ്യതയുണ്ട്. അവൻ്റെ മുഖം കണ്ടിട്ടൊരു കള്ളൻ്റെ ലക്ഷണം തോന്നി. അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. കൊടുത്തില്ല എന്നുള്ളത്, കൊടുക്കാത്തതിനെ ന്യായീകരിച്ചു എന്നുള്ളത്, ന്യായീകരിച്ചുണ്ടാക്കിയ ചിന്തകൾ, ഇതൊക്കെ അകത്ത് കിടക്കുകയാണ്. ഇതുമായി തിരിച്ചു മടങ്ങുമ്പോൾ ചിന്തയുടെ ലോകത്ത് ഇത്രയും അവനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൻ്റെ സജീവമായൊരു ചിത്രം മസ്തിഷ്കം എടുത്തകത്ത് സൂക്ഷിച്ചു വയ്പുണ്ടെങ്കിൽ നമുക്കറിയാത്ത ഒന്നിനെക്കുറിച്ച് തർക്കിക്കുകയും പറയുകയും ചെയ്തത് അത്രയും മസ്തിഷ്കത്തിൽ പുനരാവിർഭവിക്കുമ്പോൾ നീ അങ്ങനെ ആയിക്കഴിഞ്ഞ് അനുഭവിച്ചാൽ മാത്രമേ പഠിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സാക്ഷി തന്നിൽ രൂപാന്തരപ്പെട്ടാൽ ആ സാക്ഷിയാണ് നാളെ അതേ അവസ്ഥകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മാനവൻ അനുഭവിക്കുന്ന ക്ലേശങ്ങളെല്ലാം ഇതിൻ്റെ മാത്രമാണ്.
ഇതാണ് പറഞ്ഞത്. ഇത് മനസ്സിലായോ എന്നാ ചോദിച്ചത്. ഇങ്ങനെയാ അവർ പഠിക്കുന്നത്. ഇത്ര ഒരു പഠിപ്പുണ്ട്, ഇത്ര ഒരു വിദ്യാഭ്യാസം. ഞാൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, ഫോർമലി പഠിപ്പില്ലെന്നാണ് എൻ്റെ വിശ്വാസം. മസ്തിഷ്കം പഠിക്കാനുണ്ടാവും, ന്യൂറോണുകൾ പഠിക്കാനുണ്ടാവും, പക്ഷെ അതിനകത്ത് നടക്കുന്ന സങ്കീർണമായ രചനാവൈഭവം പഠിക്കാനുണ്ടാവില്ല. മസ്തിഷ്കം അതിസങ്കീർണമായ ഒരു രചനാവൈഭവത്തോടു കൂടിയതാണ്. അവിടെ മനോവാക്കായ കർമ്മങ്ങളെ സാക്ഷിയിൽ അനുമിച്ചിട്ട് മാത്രം ഉപയോഗിക്കാൻ പഠിക്കണം. ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരിഹാര കേന്ദ്രം അതാണ്. ഒരു ഭാര്യ ഭർത്താവിനോട് വർത്തമാനം പറയുന്നതിന് മുമ്പ് സാക്ഷിയെ ഭർത്താവാക്കണം. അപ്പോൾ സംഭാഷണം ഭർത്താവും തമ്മിലായതുകൊണ്ട് ഏകമുഖമാവും, ദ്വൈതമില്ല. ഭാര്യ ഭർത്താവിനോട് സംസാരിച്ചാൽ ഒരിക്കലും ചേരില്ല. ഭാര്യ സംസാരിക്കാൻ പാടില്ല. ഭർത്താവ് ഭാര്യയോട് സംസാരിച്ചാൽ ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയോട് സംസാരിച്ചുകൂടാ. മകൻ അച്ഛനോട് സംസാരിച്ചുകൂടാ. കാരണം മകനും അച്ഛനും രണ്ട് ലോകങ്ങളാണ്. ഒരച്ഛനും മകനോട് വർത്തമാനം പറഞ്ഞുകൂടാ. പറഞ്ഞാൽ അവർ രണ്ട് ലോകങ്ങളിലാണ്. എപ്പോൾ ഒരച്ഛന് അവന്റെ സാക്ഷിയിൽ മകനെ രൂപപ്പെടുത്താൻ കഴിയുന്നുവോ അന്ന് മാത്രം അച്ഛൻ മകനോട് സംസാരിച്ചാൽ മതി. എപ്പോൾ ഭാര്യയ്ക്ക് ഭാര്യയുടെ സാക്ഷി ഭർത്താവായി മാറുന്നുവോ അന്ന് മാത്രം അവൾ തന്റെ ഭർത്താവിനോട് വർത്തമാനം പറഞ്ഞാൽ മതി. ഏത് കാലത്ത് ഏത് ദേശത്ത് ഒരു ഭർത്താവിന്റെ അന്ധക്കരണം സാക്ഷിത്വേന ഭാര്യയായി വർത്തിക്കുന്നുവോ അന്ന് മാത്രം തന്റെ ഭാര്യയോട് അവൻ വാതുറന്നാ മതി. ഞാനിതല്ലേ ആദ്യം മൂലം ചിന്തയുടെ ലോകം ഇതാണ്. ഇത് സമർത്ഥമായി പഠിച്ചിട്ടുള്ളവൻ ജീവിതത്തിന്റെ ഒരു രംഗത്ത് പോലും ഒരിക്കലും പരാജയപ്പെടുകയുമില്ല. അവന്റെ ജീവിതത്തിന്റെ രംഗവേദിയിൽ ഒരിക്കലും ശത്രു സംജാതമാവില്ല. കാരണം അവൻ പ്രതിദ്വന്ദ്വികളെ സൃഷ്ടിക്കുന്നില്ല. കാരണം അവന്റെ ജീവിതത്തിൽ ദ്വന്ദ്വങ്ങളില്ല. ലെവൽ എന്ന പദം പോരാ. ലെവൽ എന്ന പദം വന്നാൽ ഭാവത്തിൽ എന്ന് പറഞ്ഞാലും അഭിനയം വരും. ആയിക്കൊണ്ട് എന്ന പദം വന്നാൽ റൈറ്റാണ്. അതുകൊണ്ടാണ് അതിനുള്ള എല്ലാ സാധ്യതയും തട്ടിക്കളയാനാണ് ഞാൻ പറഞ്ഞത് അതായിട്ട് മാത്രം വാ തുറന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കും. ഇത് കേട്ടിട്ട് പോയിട്ട് മോനെ എന്ന് പറഞ്ഞ ഒരു സുഹൃബന്ധമൊക്കെ ഇട്ടിച്ച് അപ്പോഴേ അവന്റെ അന്ധക്കരണം പറയും തള്ള എന്തോ കാര്യം നേടാൻ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവന് കാര്യം മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമ്പരിടാൻ വേണ്ടിയുള്ള പഠിത്തമല്ലത്. ഉള്ള നമ്പരൊക്കെ അഴിഞ്ഞു പോകാനുള്ള പഠിത്തമാണ്.
വൈദ്യുതിക്കും അതുകൊണ്ട് ഇപ്പോഴത്തെ ഫാനുകൾ ഓൺ ചെയ്യാൻ കിട്ടോ. ആ ഇടയ്ക്ക് ഒരെണ്ണം ഓൺ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അത് തന്നെ. അപ്പോ ജീവിതായോധനത്തിന്റെ രംഗവേദിയിൽ അസംഗനം നിസ്സംഗനമായിരിക്കാൻ ആകെ ചെയ്യേണ്ടത് തന്റെ അന്ധഃകരണത്തെ സാക്ഷിത്വേന നിർത്തി തന്റെ കർമ്മങ്ങളെ കൂടി കാണുന്നവനാവുക. അപ്പോഴാണ് രസങ്ങൾ ആസ്വദിക്കാനും കഴിയുക. ഇതെപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ അന്യന്റെ വിഡ്ഢിത്തങ്ങളെക്കാൾ കൂടിയ വിഡ്ഢിത്തങ്ങൾ നോക്കി തന്നിൽ കണ്ടിച്ചിരിക്കാൻ പറ്റും. ഏകാന്തത. മനസ്സിലായില്ല? അന്യന്റെ തൃഷ്ണകളെക്കാൾ തന്റെ തൃഷ്ണകളെ നേരിട്ട് കാണാൻ കഴിയും. അന്യന്റെ ആഡംബരങ്ങൾ ഭ്രമങ്ങൾക്ക് കുറ്റം പറയുന്ന നമ്മുടെ ആഡംബര ഭ്രമങ്ങളുടെ അധോലോകങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും. അന്യർ പോലും ഇനിയും കണ്ടെത്താത്ത തന്റെ ജീവിതത്തിന്റെ വളരെ ആഴമുള്ള രംഗവേദികളിലൂടെ സഞ്ചരിക്കാൻ കഴിയും. അന്യർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തന്റെ ദുരയുടെയും ദുഷ്ടതയുടെയും ലോകങ്ങളെല്ലാം തന്റെ സാക്ഷിക്ക് മുമ്പിൽ താൻ തന്നെ അനാവരണം ചെയ്ത് കാട്ടുമ്പോൾ സ്വയം ലജ്ജിതനായി തന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ പരിണാമം എളുപ്പമാണ്. ഈ അവാന്തര പരിണാമത്തിനു മുമ്പിൽ ദൃശ്യസഞ്ചയങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതാവും. ഇവിടെ ആധ്യാത്മികത ഉണരാൻ തുടങ്ങും. അല്ലാതെ ദൃശ്യങ്ങളെ ആനയിച്ചൊരിക്കലും ആധ്യാത്മികതയിലേക്ക് ഉയരില്ല. ആനന്ദപൂർവകമായ കേൾക്കുന്നത് അപകടമാണെന്നും കൂടെ ഓർക്കുക. ഇതിന് ഒരു വളരെ അപകടമുണ്ട്. അത് നാളെ നിങ്ങളെ വല്ലാതാക്കും. അപ്പൊ നിങ്ങൾ ക്യാമ്പിൽ വന്നതാണ് കാരണം എന്ന് മറക്കണ്ട. ഞാൻ ഉത്തരവാദിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നാളെ ഇതിന് വളരെ അപകടം പിടിച്ചൊരു തലമുണ്ട്. ഇത് കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സാക്ഷി ഇത് കേട്ട് കഴിഞ്ഞവനിൽ അതിനെ മാറ്റി നിർത്തി പ്രവർത്തിക്കാൻ ഒരുങ്ങിയാലും അവൻ ഇടയ്ക്കിടയ്ക്ക് തലനിർത്തും. ശാപം കിട്ടിയ ജീവൻ പോലെ നിങ്ങൾ വിഷമിക്കും. അതുകൊണ്ട് ആലോചിച്ചിട്ട് ഇതൊക്കെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യാം. ഇന്ന് സാക്ഷിയില്ലാതെ എന്തും ചെയ്യാം, കുഴപ്പമില്ല, എന്തും പറയാം. പക്ഷെ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ മറ്റ് ക്ലാസുകൾ പോലെയും മറ്റ് ക്രിയായോഗങ്ങൾ പോലെയുമല്ല. ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചാൽ അന്യരെ നോക്കുന്നതിനേക്കാൾ ശക്തിയിൽ നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് ഇവൻ തലനിർത്തും. വേണ്ടെന്ന് വെച്ചാലും അവൻ മാറി നിൽക്കില്ല. അക്കാര്യം എനിക്ക് ഉറപ്പാണ്. അത് മാത്രമാണ് എനിക്ക് ശങ്കയില്ലാത്തത്. വളരെ വളരെ അപകടം പിടിച്ചൊരു സാധനം. വളരെ സംഭീതമായ സംഭ്രാന്തമായൊരു രംഗമാണ്. ഇത് കേട്ടു, തമാശയായിട്ട് കേട്ടു, സ്വാമിയുടെ ഒരു ക്ലാസ് കേട്ടു എന്ന ലാഘവത്തോടെയൊക്കെ പോയി ഏതെങ്കിലും ഒരു കൊള്ളിക്കരുതാഴിയേക്ക് പോകുമ്പോൾ പുറകീന്നൊരുത്തൻ ടോർച്ചടിക്കും. നിങ്ങളുടെ സാക്ഷി കുട്ടാ, ഇരുട്ടത്ത് വേണ്ട, ഇതാ വെളിച്ചം. വല്ലാത്ത വേദനയാണ്. ആ സമയത്ത് എന്നെ നിങ്ങൾക്ക് കൈ കിട്ടിയാൽ
രണ്ട് പൂശാൻ തോന്നും. അതും എനിക്കറിയാം. മനസ്സിലായില്ല? ഇത് വളരെ ആലോചിച്ചിട്ട് മാത്രം പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആരോ പറഞ്ഞപ്പോൾ ഇത് 7:30 എന്നുള്ളത് 6:30 മാറ്റിയേക്കാമെന്ന് വിചാരിച്ചത് പോലും. കാരണം കുറെ ആളുകളെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെന്ന് വിചാരിച്ചാണ്. എനിക്കിതിനെക്കുറിച്ചുള്ള സങ്കല്പമൊക്കെ അതാണ്. നിങ്ങളുടെ കൂട്ട് ഇത് ലോകം പഠിക്കുക എന്നുള്ളതല്ല എൻ്റെ സങ്കല്പം. അപകടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ സങ്കല്പം. ഇതൊരു മൈനോറിറ്റിക്ക് മാത്രം പറ്റുന്ന സാധനമാണ്. ഇറ്റ്സ് എ ഡോമിനന്റ് മൈനോറിറ്റി. അപ്പോഴേ ഇതിന്റെ രഹസ്യമൊക്കെ പറയാൻ പറ്റുള്ളൂ. മൈതാനമായാൽ ഈ രഹസ്യമൊക്കെ പറയാൻ പറ്റില്ല. മനസ്സിലായില്ല? കാരണം ഇതിന്റെ വിദ്യയുടെ പേര് തന്നെ രഹസ്യം എന്നാണ്. ഇത് അതീവ രഹസ്യമായിട്ടുള്ളതാണ്. രഹസ്യമായി മാത്രമേ കൈമാറാനും പറ്റൂ. ഇതൊരു പരസ്യവിദ്യയല്ല. ഇതിന്റെ അതീവ രഹസ്യമായ തലങ്ങളിൽ സ്പർശിക്കുമ്പോൾ ലൗകികം വിട്ടുപോകുന്നതിന്റെ കടുത്ത വേദനയും സംഘർഷവും ഒരു ഭാഗത്തുണ്ടാവും. ആത്മാവിലേക്ക് തിരിയുന്നതിന്റെ ആനന്ദവും ഒരു ഭാഗത്തുണ്ടാവും. നാം നമ്മുടെ മുമ്പിൽ ലജ്ജിതനായി നിൽക്കേണ്ടി വരുമ്പോൾ ചുറ്റും ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഞാൻ എന്റെ മുമ്പിൽ ലജ്ജിതനായി, എന്റെ മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാവതലം, can you imagine? 100 കണ്ണുകളെ നിങ്ങൾക്ക് മറയ്ക്കാം. ആയിരക്കണക്കിന് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് യുക്തി കൊണ്ട് നേരിടാം. സകല യുക്തികളും താറുമാറാകുന്ന, സകല കണ്ണുകളെക്കാളും ശക്തിയുള്ള ഒരു കണ്ണ് തുറന്നിരിക്കുന്ന ഏകമുഖമായ ലോകത്ത് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ലജ്ജിതനായേ പറ്റൂ. ഇത് പഠിക്കുമ്പോഴുണ്ടാകുന്ന വൈകല്യം അതാണ്, കൈവല്യവും അതാണ്.